പല കാര്യങ്ങൾ അന്വേഷിക്കും. സഹകരണ സ്ഥാപനങ്ങൾ ഒരു കരിവന്നൂരിൻ്റെ കാര്യമാണല്ലോ ഇവിടെ ആകെ പറഞ്ഞത്. കരിവന്നൂരിനെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ, അതിശയിപ്പിക്കുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ ഈ ജില്ലയിലെ പല പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി, മണ്ണാർക്കാട് ഉൾപ്പെടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള പല വിഷയങ്ങളും അന്വേഷണ വിധേയമാക്കാനിരിക്കുന്നേ ഉള്ളൂ. അതെല്ലാം അന്വേഷിച്ചാൽ സ്ഫോടനം നടക്കും. അത്ര വലിയ വമ്പൻ കൊള്ളയാണ് പല ബാങ്കുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ളത്. സ്പിരിറ്റ് ഒഴുക്കാൻ ഇനി അത്ര എളുപ്പത്തിൽ സാധിക്കുമോ? പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെയെല്ലാം പീഡിപ്പിച്ചു. പോലീസിന് നിലപാട് മാറ്റാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് മതിയല്ലോ. സർക്കാർ സംവിധാനത്തിൽ മാറ്റം വന്നപ്പോൾ പോലീസ് പ്രതികരിക്കാൻ തുടങ്ങി. പോലീസുകാർ അടിമകളൊന്നും അല്ലല്ലോ. തെറ്റായ നിലപാട് കണ്ടാൽ പോലീസ് പ്രതികരിക്കും. ആ പ്രതികരണമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ കണ്ടത്, അവിടെ ഉണ്ടായത്. അപ്പോൾ തോന്നിവാസങ്ങൾ നടത്തി ആനന്ദിച്ച ആളുകൾക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ യാഥാർത്ഥ്യവുമായിട്ട് ഇയാളിപ്പോഴും പൊരുത്തപ്പെട്ടു പോയിട്ടില്ല. ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ പാർട്ടിയുടെ പല ജില്ലാ നേതാക്കന്മാരും എന്ത് നിശബ്ദമായിരിക്കുന്നു. ഏതാണ്ട് മാനസികമായിട്ട് വന്ധ്യംകരിക്കപ്പെട്ടൊരവസ്ഥയിലാണ്. മാനസികമായി വന്ധ്യംകരിക്കപ്പെട്ടൊരവസ്ഥയിൽ ഇരിക്കുന്ന ജില്ലയിലെ മറ്റ് നേതാക്കന്മാരെക്കുറിച്ച് പരമപുച്ഛാണ് നാട്ടിലെ ജനങ്ങൾക്കുള്ളത്. യഥാർത്ഥത്തിൽ ശക്തമായി പ്രതികരിക്കണ്ടേ? ഇപ്പം തിരുത്തുമെന്ന് പറയുന്നുണ്ട് പാർട്ടി നേതൃത്വം, അല്ലേ? ആദ്യം തിരുത്തേണ്ടത് എങ്ങനെയാ? ഇയാളെ മാറ്റണ്ടേ? ഇവരെ മാറ്റണ്ടേ? അത് മാറ്റാൻ തയ്യാറാകുന്നുണ്ടോ ഈ പാർട്ടി? ഇല്ല, ഇവരെയെല്ലാം നിലനിർത്തി കൊണ്ടുപോവുക. എന്താ കാര്യം? ഇയാളെ ഗ്രൂപ്പാ, സംസ്ഥാന സെക്രട്ടറിൻ്റെ ഗ്രൂപ്പാ. അയാളെ ഗ്രൂപ്പുകാരനായാലും പിന്നെ ആർക്കും ആകാം. പിന്നെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്, പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹമില്ല, പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. മൂപ്പര കാര്യം നടക്കണം. ഇതിനപ്പുറമുള്ളൊരു കാര്യവും പ്രത്യേകമായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പുതിയ സംവിധാനവുമായി മുമ്പോട്ട് പോവുകയാണ്. വളരെ വലിയ ആവേശത്തോടു കൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഇടപെടലുകളെയും സാധാരണ ജനങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും നോക്കിക്കാണുന്നത്. ധാരാളം ആളുകൾ ഞങ്ങളിലേക്ക് വരികയാണ്. അത്തരം ആളുകളെയെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ മൂവ്മെൻറ്റിന് രൂപം കൊടുക്കാൻ ഈ മെയ് 14 നടക്കുന്ന ഞങ്ങളുടെ ജില്ലാ കൗൺസിൽ യോഗം ഏറെ സഹായകമാകും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റ് ചില കാര്യങ്ങൾ സതീഷ് പറയും. അല്ല, ഞങ്ങളിപ്പോൾ ലയനത്തെ പറ്റി ആലോചിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ അവരുമായിട്ട് യോജിക്കുക എന്നുള്ളതല്ല, അവരുമായി സഹകരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള കാര്യം. വിശദമായിട്ടുള്ള കാര്യങ്ങൾ കൗൺസിൽ യോഗത്തിലുണ്ടാകുക. എന്താണ് ആ പേര് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ആലോചിക്കുകയാണ്. അതായത് ഞങ്ങൾ പറയട്ടെ, ഞാൻ വ്യക്തമായി പറയാൻ വിട്ടുപോയി, ഞങ്ങൾ ടീം UDFൻ്റെ ഭാഗമാണ്. അവിതർക്കിതമായി ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ടീം UDF ആണ്. ടീം UDFൽ ഞങ്ങൾ പ്രതീക്ഷ പുലർത്തുന്ന ആളുകളാണ്. അതന്നെയാണ്, അതാ കറക്റ്റ്. അപ്പോൾ യഥാർത്ഥ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിക്കുന്ന സമയത്തും പറഞ്ഞല്ലോ, ഇടതുപക്ഷം എന്നും പറഞ്ഞ് അപ്പുറത്തേക്ക് കടന്നാക്രമിക്കണ്ട. കാരണം ഇതാണ് ഇടതുപക്ഷം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ നയങ്ങൾ കൈവിടുമ്പോൾ, ഉപേക്ഷിക്കുമ്പോൾ ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നത് പലപ്പോഴും UDFനാണ്. ആ UDFൻ്റെ ഇടതുപക്ഷ നയങ്ങളെ UDFനകത്തെ ഒരു പ്രധാനപ്പെട്ട ഇടതുപക്ഷ ശക്തി എന്ന രൂപത്തിൽ ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് അതിനെ സഹായിക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക. ഇതാണ്. PV അൻവർ ലെഫ്റ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല.
അത് ഞങ്ങൾക്ക് അയാൾ ബോധ്യപ്പെടുത്തി തരട്ടെ. RMB ഇപ്പം അവരുമായിട്ട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. RMBയുടെ നേതാവും ഞാനും തമ്മിൽ കണ്ടിരുന്നു. അവർ നാട്ടിൽ ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ യാദൃച്ഛികമായി കണ്ടപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. പക്ഷേ ജോൺ ആയിട്ട് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ചില ലെനിനിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്, അവരുമായിട്ട് ഞങ്ങൾ യോജിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നേരിട്ട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പം നമ്മളതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം നമ്മളെല്ലാം യോജിക്കണമെന്നുള്ള നിലപാടാണ് പറയുന്നത്. പക്ഷെ ആ നിലപാട് ഞങ്ങൾ ആലോചിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അൻവർ ഒരു ലെഫ്റ്റാണ് എന്ന് ഞങ്ങൾക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം ബോധ്യപ്പെടുത്തി തരട്ടെ, അന്നേരം ആലോചിക്കാം. ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ലഭിച്ചതുപോലെ ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങൾ ഇത്തവണ താങ്കൾക്ക് ലഭിക്കും? ഏതെങ്കിലും കാലത്ത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഏതെങ്കിലും കാലത്ത് ഇന്ന സ്ഥാനം കിട്ടണമെന്ന് ഞാൻ ഏതെങ്കിലും സന്ദർഭത്തിൽ ആരോടെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ? ഞാൻ MLA ആയ സന്ദർഭത്തിൽ എനിക്ക് MLA ആകണമെന്ന് പറഞ്ഞ ആളല്ല ഞാൻ. അന്ന് ഞാൻ ഉണ്ടായിരുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നെ വിളിച്ചു പറയുകയാണ്, നിർബന്ധമായിട്ട് മത്സരിക്കണം എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത്. ഞാൻ ആവശ്യപ്പെട്ടതല്ല. അത് കഴിഞ്ഞതിന് ശേഷം കോർപ്പറേഷൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചപ്പോഴും ഇതേ ബാലകൃഷ്ണേട്ടൻ തന്നെയാണ് എന്നെ വിളിച്ച് പറയുന്നത്, ആ ചുമതല നീ ഏറ്റെടുക്കണം. അങ്ങോട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഏത്? ഞാൻ ആവശ്യപ്പെടില്ല. അത് UDF തീരുമാനിക്കേണ്ട കാര്യമല്ലേ? അല്ല, UDF തീരുമാനിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ ടീം UDFൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ എടുക്കുന്ന തീരുമാനം ഞങ്ങൾക്ക് കൂടി ബാധകമായ തീരുമാനമാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അല്ല, അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞില്ലല്ലോ. ഒറ്റപ്പാലത്ത് UDFന്റെ വോട്ടുകൾ എത്രയധികം കുറഞ്ഞത്? മറ്റ് മണ്ഡലങ്ങളിലൊക്കെ UDFന്റെ വോട്ട് കൂടി 3 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. കോങ്ങാടൊക്കെ തൊട്ടടുത്ത മണ്ഡലമാണല്ലോ. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ UDFന്റെ വോട്ടുകൾ കുറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ UDF ബോധപൂർവ്വം വോട്ട് ചെയ്തിരുന്നതാണോ എന്താണ് വിലയിരുത്തുന്നത്? പരിശോധിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പരിശോധിക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അപ്പോൾ UDF പരിശോധിക്കണം, കോൺഗ്രസ് പരിശോധിക്കണം, ലീഗും പരിശോധിക്കണം, ഓരോരുത്തരും പരിശോധിക്കണം. ഞങ്ങളും പരിശോധിക്കുന്നുണ്ട്. അതെ, 3-ാം സ്ഥാനത്തല്ല, 2-ാം സ്ഥാനത്ത്. ചില ഘട്ടങ്ങളിൽ 3-ാം സ്ഥാനത്തേക്ക് പോയി. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ബൾക്കായിട്ട് ഈ വോട്ട് നഷ്ടപ്പെട്ടത് എങ്ങനെ, UDFൻ്റെ വോട്ട് ഒന്നിച്ചിങ്ങനെ കുറഞ്ഞു പോയത് എങ്ങനെ എന്ന് പരിശോധിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഞങ്ങളല്ലല്ലോ. ഞങ്ങൾ പരിശോധിക്കും. എന്നാൽ പരിശോധിക്കാൻ പ്രധാനമായും ബാധ്യതപ്പെട്ട ആളുകൾ ഇത് പരിശോധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം പിന്നെ ഏതെങ്കിലും UDFൻ്റെ നേതാക്കൾ വളരെ ബോധപൂർവം എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് ഒരിക്കലും ഞാൻ അഭിപ്രായം പറയില്ല, ഞങ്ങളാരും പറയില്ല. കാരണം കോൺഗ്രസിൻ്റെ നേതാക്കളാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണെങ്കിലും എല്ലാം തന്നെ ക്രെഡിബിളായ നേതാക്കളാണ്. സംസ്ഥാന നിലവാരത്തിലുള്ള നേതാക്കളെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് വലിയ മതിപ്പാണുള്ളത്. അവർ വളരെ ക്രെഡിബിലിറ്റിയുള്ള ആളുകളാണ്. ഈ അളിഞ്ഞ രീതിയൊന്നും അവർ സ്വീകരിക്കാറില്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഏതെങ്കിലും നേതാവിൻ്റെ അറിവോടും നിർദ്ദേശത്തോടും കൂടി ഇങ്ങനെ സംഭവിച്ചു എന്നൊരാരോപണം ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മുമ്പോട്ട് വയ്ക്കില്ല. അങ്ങനെ ഒരിക്കലും പറയില്ല. പക്ഷേ പരിശോധിക്കേണ്ടത് പരിശോധിക്കണം.